ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു പോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആർക്കൊക്കെ എൻ്റെ ഫസ്റ്റ് ലവ് സ്റ്റോറി കേൾക്കണം എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഓക്കെ പറയൂ എന്നുള്ളൊരു ഇതെൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പം ഐ തോട്ട് ഇത് പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. First love is always first love because you can see like I'm blushing. അപ്പോൾ എനിക്കിത് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇതുപോലാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വീട്ടില് അച്ഛനോടും അമ്മേനോടും ചേച്ചിയോടും ഒക്കെ ഇതെന്തെങ്കിലും പറയുമ്പോഴും അവരെന്നോട് പറയും, എന്തിനാ ഇങ്ങനെ ബ്ലഷ് അടിക്കുന്നത്? എനിക്കിത് കേൾക്കുമ്പോഴേ അതിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഞാനിങ്ങനെ ബ്ലഷിങ് ആണ്. സോ അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സംഭവബഹുലമായ ഒരു ഫസ്റ്റ് ലവ് സ്റ്റോറിയാണ് എനിക്കുള്ളത്. സോ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 2015 ഞാൻ 10ൽ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഈ സംഭവം നടക്കുന്നത് അന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടി കാട്ടിക്കൂട്ടുന്ന സകല പരിപാടികൾ ഞാൻ അങ്ങനെ അലച്ച് അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു കേട്ടോ അന്ന് എനിക്ക്. അപ്പം എനിക്ക് അന്നൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അന്ന് ഇവക്ക് ഒരു ചെറുക്കനെ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഇവക്ക് ലവ് ലെറ്റർ എഴുതാനുള്ളതെല്ലാം ഞാനിരുന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ മൊത്തത്തില് ഞങ്ങളങ്ങ് അടിച്ച് പൊളിക്കും, കോളേജ് കുട്ടികളുടെ വിട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെയിം സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ട്യൂഷന് പോകുന്നത്. അപ്പം രാവിലെയാണ് ഞങ്ങൾക്ക് ട്യൂഷൻ. രാവിലെ 6:30 തൊട്ട് 7:30 വരെയാണ് ഞങ്ങൾ ട്യൂഷൻ. അപ്പൊ രാവിലെ ഞങ്ങൾ ട്യൂഷന് ചെല്ലുന്നതേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജീവിതം ഒരുവിധം ബോറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പുതിയൊരു ചെറുക്കൻ കടന്നു വരികയാണ് ഗൈസ്. അപ്പം ഇവൻ ഇങ്ങനെ കടന്നു വന്നതും ഞാനും ഇവളും ഒരേ സമയം ഇങ്ങനെ മുഖത്തോട്ടൊക്കെ നോക്കിയേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചെറുക്കനോട് ക്രഷ്, രണ്ടുപേർക്കും ഒരു ചെറുക്കനോട് ക്രഷ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ സിറ്റി വാട്ടർ ബിപിയിലോട്ട് നമ്മൾ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി. ഓക്കെ, തോനെ ഇഷ്ടമുള്ളത് എനിക്കാണ്, അപ്പൊ എനിക്ക് വിട്ടുതരാം എന്നൊരു അനുമാനത്തിലേക്ക് എത്തി. ഓക്കെ, അപ്പം ഞാനാണ് ഈ ചെറുക്കനെ നോക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ സാറ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണ് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അയ്യോ, ഇവൻ ഇന്ന് രാവിലെ ഏത് കളർ ഷർട്ടായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ നാളെ ഏത് കളർ ഷർട്ടായിരിക്കും ഇടുന്നത്, ഇങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്കങ്ങ് ചിന്തകളായിരുന്നു ഗൈസ്. അപ്പം എന്നെ എല്ലാ രീതിയിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇവളാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ചെന്നിരുന്നിട്ട് ഇന്ന് അവൻ ഏത് ഡ്രസ്സ് ആയിരിക്കും ഇടുന്നത്, അവന്റെ ഷർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളർ ഷർട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അവളോട് ചെന്നിട്ട് പറയും, ഇന്ന് ആ പിങ്ക് കളർ ഷർട്ടൊന്നും ഇട്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഇതാണ്. അപ്പം ഞങ്ങള് ഇവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാൻ ഇട്ടു. ഓക്കെ, പ്ലാൻ നമ്പർ A എന്താണെന്ന് വെച്ചാൽ, ട്യൂഷന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഇവന്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയിട്ട് ഇവനെ ഒന്ന് തട്ടണം. ഓക്കെ, തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അയ്യോ സോറി, പുതിയ ചെറുക്കനാണോ എന്നുള്ള രീതിയിൽ ഇവനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഐഡിയയാണ് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലാണ്. അപ്പം അവിടുന്ന് ഇവൻ താഴ്ന്ന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവൾ എൻ്റെ അടുത്ത് പറയും. എന്നിട്ട് ഇവൾ ഇങ്ങനെ സിഗ്നൽ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് തട്ടാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ ചെറുക്കൻ മാർക്ക്. അങ്ങനെ പ്ലാൻ A 3G. ഓക്കെ, അപ്പം ഇങ്ങനെ പ്ലാൻ A എങ്ങനെ സക്സസ് ആക്കാന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്ത് വെച്ച് ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഇതുപോലെ പോയി മിണ്ടടി, നീ പോയി മിണ്ട്. അപ്പം ഞാൻ എന്ത് പറഞ്ഞ് മിണ്ടും, കോഴിയാണെന്ന് വിചാരിക്കില്ലേ. അപ്പം ഓക്കെ തട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഹരിഹർ നഗറിലെ ജഗദീഷ് പോകുന്നതിനോട്ട് പോകും. പക്ഷെ ഈ ചെറുക്കി നമ്മളെ കാട്ടി ബുദ്ധിശാലി, ഇവളെന്തേ കാണിക്കുന്ന രീതിയിൽ നമ്മളെ നോക്കും. അങ്ങനെ പ്ലാൻ A അങ്ങ് ഫ്ലോപ്പായി. ഓക്കെ, ഇനി പ്ലാൻ B എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു തീരുമാനം എടുക്കുക, നമുക്കൊരു ലെറ്റർ എഴുതി കൊടുക്കാം. ലെറ്റർ എഴുതി കൊടുക്കുമ്പോൾ ഇവന് മനസ്സിലാവും നമുക്ക് ഇവനെ ഇഷ്ടം, അല്ലെങ്കിൽ നിനക്ക് ഇവനെ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാവും എന്നുള്ളൊരു ഇതിലെത്തി. അപ്പൊ വെറുതെ ലെറ്റർ എഴുതിയാൽ പറ്റത്തില്ലല്ലോ. ലെറ്ററിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉള്ള ലെറ്റർ വേണ്ടി. അപ്പൊ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ ഇഷ്ടപ്പെടുന്ന ചെറുക്കന് ഞാൻ ചോര വെച്ചാണ് ലെറ്റർ എഴുതി കൊടുത്തത്, ഇപ്പൊ അതാണ് ട്രെൻഡ്, നീ അതൊന്ന് പിടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചു, ചേടാ ഇത് ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മള് ചോരയൊക്കെ വെച്ച് എഴുതുന്ന ഞാൻ എത്രയെന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് മുറിക്കും. ഇവളിതിൽ ഭയങ്കര ഇവള് എഴുതുന്നു, ഞാൻ അയ്യോ എൻ്റെ അമ്മേ, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം പ്ലാൻ B ഇതാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനൊരു ഉപായം കണ്ടുപിടിച്ചിട്ട്, അയ്യത്ത് നിൽക്കുന്ന ചെടി, ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ റീൽസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അയ്യത്ത് നിൽക്കുന്ന ഒരു ചെടി എടുത്തിട്ട് അത് പീച്ച കറക്റ്റ് ചോര പോലുള്ളൊരു ഇത് വരും,
ഞാൻ അത് വെച്ച് ഈ ലെറ്റർ അങ്ങ് എഴുതി. ഇവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഞാൻ അങ്ങ് എഴുതിയിട്ട് എൻ്റെ ലെവൽ ഓഫ് ക്രിഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ലവ് ലെറ്ററിനകത്ത് ഒരു ഫുൾ വരി പാട്ട്, ആരോഹണം അവരോഹണം പല്ലവി അനുപല്ലവി തൊട്ട് ഞാൻ എഴുതി വെച്ചു. പാട്ട് ഏതാണെന്ന് വെച്ചാൽ സലാല മൊബൈൽസിലെ പാട്ടാണ്. ഈരൻ കാറ്റിൻ ഈണം പോലെ 2 വട്ടം ആ പേപ്പർ കൂടിയാണ് ഞാൻ ആ ലവ് ലെറ്റർ കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അത്രയ്ക്കൊരു നാറ്റക്കേസായിരുന്നു ഗൈസ്, അത്രയ്ക്കൊരു നാറ്റക്കേസ് പ്രേമമായിരുന്നു അത്. അങ്ങനെ ലെറ്ററൊക്കെ എഴുതി സെറ്റാക്കി വെച്ചു. ലെറ്ററൊക്കെ എഴുതി അങ്ങോട്ട് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, എടി വെറുതെ ലെറ്റർ കൊടുത്താൽ പറ്റത്തില്ല, ഓക്കെ, ക്രിസ്മസ് വരാൻ പോവാണ്, നമുക്ക് നല്ലൊരു ക്രിസ്മസ് കാർഡ്, ആ ക്രിസ്മസ് കാർഡ് കണ്ട ഇവന് മനസ്സിലാവണം, നിനക്ക് ഇവനെ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാവണമെന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്നെക്കാട്ടി സീനിയർ ആണല്ലോ ഇവള്, ലൈക്ക് ഈ ഒരു കാര്യത്തിൽ ഇവള്, ഓക്കെ. അപ്പം ഞാൻ വെച്ചു, ഓക്കെ, ഇവള് പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ട്, അതുപോലെ ഒരു ക്രിസ്മസ് കാർഡ് കണ്ടുപിടിക്കണം, തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നൊക്കെ വരുന്ന അങ്ങനെയുള്ള ഒരു ഐറ്റം വേണം എന്ന് പറഞ്ഞു ഞാനും ഇവളും കൂടെ സകലമായ കടകളിലും കയറി നിരങ്ങി അവസാനം ഒരെണ്ണം കിട്ടി. ഇങ്ങനെ കടല് പോലെ ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കോട്ടോ, നീ എൻ്റെ അതാണ്, നീ എൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊക്കെ എഴുതി വെച്ചേക്കോ. ഞാൻ പറഞ്ഞു, ഇത് മതി, ഇത് കണ്ട അവന് മനസ്സിലാവണം, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് മനസ്സിലാവണം. അപ്പൊ ഇവള് പറഞ്ഞ് എന്തോ ആണെങ്കിലും നീ കൊടുക്കുവാന്നല്ലോ, അപ്പം ഞാനും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവളൊരു ഫ്രണ്ട്സിന് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ക്രിസ്മസ് കാർഡ് ഇവളും എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഈ ലവ് ലെറ്റർ മടക്കി, ഈ ഈറൻ കാറ്റിന് ഈണം പോലെയൊക്കെ ഉള്ളത് മടക്കി എടുത്ത് വെച്ചിട്ട് ഈ ക്രിസ്മസ് കാർഡ് ഞങ്ങൾ അവന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഇവന്റെ ലയിപ്പിക്കണ്ടേ. ഇവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സീരിയസ് ഗായാണ്. അപ്പം ഞങ്ങൾക്ക് ഇവനെ അപ്രോച്ച് ചെയ്യുമ്പോഴേ ഞാൻ അടിക്കുമോ നാറ്റക്കേസ് ആവുമെന്നൊക്കെ. അപ്പം ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ റിജോ ബേക്കറി എന്ന് പറയുന്ന ബേക്കറി ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ എപ്പോഴും ഇടത്തിലും മിക്കവാറും അതിനകത്ത് അങ്ങ് പെട്ടിട്ടേക്കും, അതിനകത്തായിരുന്നു ഇവൻ. അപ്പൊ ഞങ്ങളെ പെമ്പിളായിരുന്നു അങ്ങനെ അതിനകത്ത് കയറത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഇവളിങ്ങനെ പറയും, എടി ആ കടയുടെ ഫ്രണ്ടിലുണ്ട്, ഓക്കെ, അവൻ 360 അങ്ങോട്ട് നോക്കി, അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, നീ അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനൊരു പ്ലാൻ ഇട്ട്, ഓക്കെ ഗൈസ്, നേരെ പോകുന്നു, ഇവന്റെ എഴുതി കൊടുക്കുന്നു, ഒന്നും മിണ്ടാതെ തിരിച്ചു വരുന്നു. അതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നീയും കൂടെ എൻ്റെ കൂടെ പകുതി വരുന്നവാ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരൊറ്റ നടത്തത്തിന് ചെന്നിട്ട് ഇവന്റെ എഴുതി കൊടുത്തു. ഇവൻ ഒരുമാതിരി മന്ദോത്തി പിള്ളേരെ നോക്കുന്നതിനോട്ട് എന്നെ നോക്കിയിട്ട് നേരിട്ടൊന്ന് മിണ്ടിയിട്ട് പോലും ഇവളൊക്കെ എന്തിനും എനിക്ക് ക്രിസ്മസ് കാർഡ് തരുന്നുള്ള ഇതിൽ ഇവൻ എന്നെ നോക്കുക. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഭയങ്കര നാണമൊക്കെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇവൻ അവിടെ നിന്ന് തന്നെ ഇവൻ ഈ ക്രിസ്മസ് കാർഡ് ഒന്ന് തുറക്കാൻ തുടങ്ങി. അവളുടെയാണ് ആദ്യം തുറന്നത് കേട്ടോ. തുറന്നപ്പോൾ നോർമൽ ഒരു ക്രിസ്മസ് കാർഡ് എൻ്റെ അങ്ങോട്ട് തുറന്നു, കൂടെ ഒരു 10-15 പേപ്പർ, എന്തോ പാട്ടോ എല്ലാം കൂടെ എഴുതി കൊടുത്ത് വിട്ടേക്കുന്നത്. ഇവനൊരുമാതിരി ദയനീയതയോടുകൂടി ഞാൻ അവിടെ ഒരു പലചരക്ക് കടയുടെ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുവോ, ഞാൻ ഇവളും കൂടെ ഒളിച്ചിരിക്കുവോ. അപ്പൊ ഇവൻ ഇങ്ങനെ നോക്കി എന്തെന്നൊക്കെ നോക്കുക, ഞങ്ങളൊന്നും ഇടില്ല. പിന്നെ എനിക്ക് ഇവന്റെ മുഖത്ത് നോക്കാൻ നാണക്കേട, എനിക്ക് ഇവനെ നോക്കണ്ട, എനിക്ക് നാണക്കേട, നാണക്കേട്, ഞാൻ ഇനി എങ്ങനെ ഇവന്റെ മുഖത്ത് നോക്കും ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. ഇവൻ ഇത് വായിച്ചിട്ട് അങ്ങ് ചിരിക്കുക. അപ്പൊ എനിക്ക് അടുത്ത് നാണക്കേട്, ഈശ്വര ഇവൻ ഇതിനെ ആരെടുത്തേലും പറയോ, ഇത് പറഞ്ഞ് വീട്ടിലറിയോ എന്നൊക്കെ എനിക്ക് ആകെ ടെൻഷൻ. അങ്ങനെ ലെറ്റർ എല്ലാം കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത പ്ലാൻ നമ്മൾ ഇറക്കി. അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ അവൻ നമ്മുടെ അടുത്തൊരു ഇഷ്ടം തോന്നാനുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് സാരോപദേശം എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ചിരിക്കരുത് കേട്ടാക്കിച്ചിട്ട് പോവാൻ, ബാൻഡേജ് മേടിച്ചിട്ട് ഇവിടെ ബാൻഡേജ് ഒട്ടിക്കും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ബാൻഡേജ് ഒട്ടിക്കും. എന്നിട്ട് കൈ മുറിഞ്ഞു, അപ്പൊ കൈ മുറിയുമ്പോൾ നമ്മൾക്ക് ചോദിക്കല്ലോ, കൈക്ക് എന്തോ പറ്റുമെന്ന് ചോദിക്കുമല്ലോ, അത് ചോദിക്കാൻ വേണ്ടി യൂണിഫോം ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ബാൻഡേജ് അങ്ങ് ഒട്ടിക്കും. ചുമ്മാ ഒന്നുമില്ല, അടിയിലൊന്നും ഒന്നുമില്ല, ഒട്ടിച്ചിട്ട് ഇവൻ ഏത് ബസ്സിലാണ് കയറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കും. കറക്റ്റ് ഇവൻ രാവിലെ വരുന്ന ബസ്സിൽ തന്നെ നമുക്ക് കയറണ്ടേ. ഇപ്പൊ ട്യൂഷൻ ഇല്ലാത്ത ദിവസം ഇവൻ ഏത് ബസ്സിലാണ് അവിടെ നിന്ന് കയറുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇവൻ വരുന്ന ഓട്ടക്കണ്ണ് വെച്ച് നോക്കും, എത്ര ബസ് വന്നാലും രാവിലെ കോളേജ് സ്കൂളിൽ പോകത്തില്ല, ഇങ്ങനെ നോക്കും അവൻ എന്നത്തുണ്ടോ. അവസാനം ഇവൻ വരുന്നതിനകത്തോട്ട് അങ്ങോട്ട് കയറിയിട്ട് ഭയങ്കര ഷോയാണ്. ബസ്സിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് ഈ ബാൻഡേജ് കാണാൻ കൈ അങ്ങോട്ട് അങ്ങ് പൊക്കും, എന്നിട്ട് കമ്പിയിലോട്ട് അങ്ങോട്ട് പിടിക്കും. ഇപ്പൊ ബാൻഡേജ് ഇവൻ കാണണ്ടേ, നല്ലൊക്കെ ചോദിക്കത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കൈ വേദനിക്കുന്നതേ, അടി കൈ മുറിഞ്ഞടി എന്നൊക്കെ 8 പൊട്ട ഈ ബസ്സിൽ നിന്നങ്ങ് പറയും. ഇവൻ കേൾക്കണ്ടേ, എന്നാലല്ലേ നമ്മുടെ അടുത്തൊരു സഹതാപം തോന്നത്തുള്ളൂ. അങ്ങനെ നിന്നങ്ങ് പറയും. ഇവനുണ്ടോ പട്ടി വില, ഇവൻ എന്ത് തേങ്ങയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക.
അങ്ങനെ ഇത് 2-3 ദിവസം അങ്ങ് തുടർന്ന്. പിന്നെ ഈ ബാൻഡേജിന് പകരം തുണി ചുറ്റാൻ തുടങ്ങി. എന്നിട്ടൊന്നും ഇവൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. അതാണ് പ്രശ്നം. അപ്പൊ ഉച്ചയ്ക്ക് എക്സാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ പോകുന്ന വണ്ടി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പൊ നേരത്തെ വന്ന് ഞങ്ങൾ സ്റ്റാൻഡിൽ നിൽക്കും. എന്നിട്ട് ഈ ബസ്സിലുണ്ടോ, ഈ ബസ്സിലുണ്ടോ, ഈ ബസ്സിലുണ്ടോ എന്ന് നോക്കും. ഇവനാണെങ്കിൽ അതിനകത്തൊന്നും കാണത്തില്ല. അങ്ങനെ കുറെ നാൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈയുടെ അവസാനം ഒരു ദിവസം ഇവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടാണ് ഇവൻ ഇപ്പോഴും. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെടാതിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണായിരുന്നു ഗൈസ്. ഓക്കെ, എനിക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവനെ ഇവളോടെ കാണുമ്പോഴല്ലേ ഞാനിങ്ങനെ ഓക്കെ ഞാൻ വിചാരിച്ചു അടുത്തൊരു കത്തെഴുതിയിട്ട് അവനെ കാണിക്കണം എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര പോസസീവ് ആണെന്നുള്ളത് കാണിക്കാൻ കഴിയും. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലെറ്റർ എഴുതിയിട്ട് നീ അവളുടെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വിഷമം വരുന്നൊക്കെ പറഞ്ഞ് എഴുതി. അന്നേ ഡിറ്റക്റ്റീവ് പരിപാടികളിൽ PhD എടുത്ത എൻ്റെ ചേച്ചി കറക്റ്റ് ലെറ്റർ തൂക്കി. ചേച്ചി സത്യം പറഞ്ഞ ചേച്ചി ദൈവം തമ്പുരാനെ, ചേച്ചി അങ്ങ് ചിരിയും തുടങ്ങി. ചേച്ചി ചിരിച്ച് പറഞ്ഞ എന്ത് പാടി ഇതെന്ന് പറഞ്ഞ് സാധാരണ ചേച്ചി അതിൽ കണ്ട വഴക്ക് പറയാൻ. പക്ഷെ ഇത് ചേച്ചി അങ്ങ് ചിരിച്ച്, എൻ്റെ പൊന്നോ ചേച്ചി ചിരിച്ചിട്ട് എന്തേ കാണിക്ക്, എവിടോ പോ. അങ്ങനെ ഒരു ദിവസം ഞാൻ KSRTC ബസ്സിൽ കയറി നിന്നപ്പം ഒരാൾ എൻ്റെ പുറകിൽ കൂടെ വരുന്നു. ആരാ? ഇവന്റെ ഫ്രണ്ട്, ഈ കൂട്ടുകാരി. ഇവള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടീ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോറും കറി എന്ന് പറഞ്ഞാൽ ഏതാടി ഇഷ്ടമുള്ള കറി? ഞാൻ പറഞ്ഞു ചോറ് പുളിശ്ശേരി അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമോ? ഞാൻ പറഞ്ഞു പർപ്പിൾ ഇഷ്ടമോ, ബ്ലാക്ക് ഇഷ്ടമോ, വൈറ്റ് ഇഷ്ടം. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുടെ പേരുകളൊക്കെ ഓരോന്നായിട്ട് ഇവളങ്ങ് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ലെറ്റ് പൊട്ടി. ഓക്കെ, ഞാൻ വിളിച്ചു ഇവളിങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ഫിഷി. ഇത്രയും ദിവസം ഇവ എന്നെ കണ്ടിട്ട് ഞാനെന്നുള്ള ഒരാളവൾ ഇല്ല. അപ്പൊ എനിക്കൊന്ന് തോന്നിയോ പുല്ല് പറയണ്ടായിരുന്നു, ഇവൻ്റെ അടുത്ത് ഇഷ്ടമൊന്നും പറയണ്ടായിരുന്നു എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഇവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഇവള് ബസ്സിന്റെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല തെള്ളാണ് കേട്ടോ. ഞാൻ ഇവളുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവളുടെ പുറയിലോട്ടുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ഇവൾക്ക് നല്ല സൈസ് ഉണ്ട്, നല്ല നീളമൊക്കെ ഉണ്ട്. ഇവളിതെല്ലാം ചോദിച്ചിട്ട് ഇവളിങ്ങനെ ഈ സ്ഥലത്തോട്ട് ഇങ്ങനെ മാറിയതും ഞാൻ നേരെ കാണുന്നത് അവനിങ്ങനെ KSRTC ബസ്സിനായിട്ട് ലാസ്റ്റ് നിൽക്കുക. അപ്പൊ ഭയങ്കര ക്ലാസിക്കൊക്കെ ആയിട്ട് അവനിങ്ങനെ എന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഐ വാസ് ലൈക്ക് എന്നല്ല ഞാനിങ്ങനെ വീഴണേ. അപ്പം അവൻ അവിടെ വന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലി ആക്ഷൻ, ഓക്കെ, സംസാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവന്റെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം. ഞാൻ പറഞ്ഞു ഇഷ്ടമാണെന്നുള്ളത് മാത്രം അവനിങ്ങനെ എനിക്ക് അയ്യോ ഞാനുണ്ടല്ലോ എന്റെ കൈയൊക്കെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. കാരണം അയ്യോ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഞാനിങ്ങനെ അയ്യടാ എനിക്ക് അയ്യടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. പക്ഷെ പിറ്റേന്നാണ് കാര്യങ്ങളുടെ ഒരു ഗതി ഞാൻ മനസ്സിലാക്കിയത് ഗൈസ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഇസ് ഗായത്രി കല്ലുവിള. ടാറ്റാ.